അങ്ങനെ ഹോണ്ടയെ പോലെ യമഹയും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. യമഹ ഇതിന് പേര് നൽകിയിരിക്കുന്ന YAMT, യമഹ ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ. അതായത് കാറിന്റെ സ്റ്റിയറിംഗിലുള്ള പാഡൽ ഷിഫ്റ്റ് പോലത്തെ ഒരു സംവിധാനമാണിത്. യമഹ ഇത് ബൈക്കിലും പോസിബിൾ ആക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഈ ഹാൻഡിൽ ബാറിന്റെ അടുത്ത് പ്ലസും മൈനസും ബട്ടൺ ഉണ്ട്. ഇതിലെ പ്ലസ് ബട്ടൺ ഞെക്കുമ്പോൾ ഗിയർ അപ്പ് ഷിഫ്റ്റ് ആവുകയും മൈനസ് ബട്ടൺ ഞെക്കുമ്പോൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. നമുക്കിത് മാനുവലി യൂസ് ചെയ്യാവുന്ന മെത്തേഡാണിത്. ഈ കാണുന്ന മോഡ് ബട്ടണിലൂടെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ട്രാൻസ്മിഷൻ സാധ്യമാവുന്നതാണ്. ഈ കാണുന്ന മോഡ് ബട്ടൺ ഉപയോഗിച്ച് തന്നെയാണ് മാനുവലിലോട്ടും ട്രാൻസ്മിഷൻ മാറ്റുന്നത്. നിലവിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്ന ഹോണ്ട മാത്രമേ ഉള്ളൂ. ഹോണ്ടയുടെ ഈ DCT ട്രാൻസ്മിഷൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ ഹോണ്ടയുടെ പ്രീമിയം മോട്ടോർ മാത്രം ഇത് ഒതുങ്ങി നിൽക്കുന്നു. ഓട്ടോമാറ്റിക് ടെക്നോളജി സാധാരണക്കാരിലോട്ട് എത്താൻ വേണ്ടി ഇതിന് ലളിതമായ ഒരു പതിപ്പ് ഹോണ്ട ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. യമഹയുടെ ഈ ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കും. യമഹയുടെ നേക്കഡ് ബൈക്ക് സീരീസ് ആയ MT-09ലൂടെയാണ് ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരാൻ പോകുന്നത്. അങ്ങനെ MT-09 അങ്ങനെ 2075 ഈ മോട്ടോർ സൈക്കിൾ ഇന്ത്യയിലും ലോഞ്ച് ചെയ്യുന്നതാണ്. ഇന്ത്യയിലുള്ള ചില യൂട്യൂബേഴ്സിനെ ജപ്പാനിൽ കൊണ്ടുപോയി പുതിയ MT-09 പരിചയപ്പെടുത്തുകയും ചെയ്യും. ഗൈസ്, നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഈ മോട്ടോർ സൈക്കിൾ ക്ലച്ച് ഇല്ലാത്ത നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ മോട്ടോർ സൈക്കിൾ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ആ മാനുവലായിട്ട് ക്ലച്ച് പിടിച്ച് ഗിയർ മാറി ഓടിക്കുന്ന എക്സ്പീരിയൻസ് അത് വേറെ തന്നെയാണ്. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എഞ്ചിൻ വരുന്നത് 890cc ഇൻലൈൻ 3 സിലിണ്ടർ എഞ്ചിനാണ്. പവർ തന്നെ 117 bhp 90 Nm ടോർക്കുമാണ്. യമഹയ്ക്കും ഹോണ്ടയ്ക്കും മോട്ടോർ സൈക്കിളിന് വിലയിടാൻ അറിയാത്തതുകൊണ്ട് തന്നെ ഒരു 13 ലക്ഷം തൊട്ട് 20 ലക്ഷം വരെയൊക്കെ പ്രതീക്ഷിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല, നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ടെക്നോളജി കുറഞ്ഞ സെഗ്മെന്റിലോട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.